Hi all, welcome back to LLC Academy. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ 2015. അന്ന് കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ ആയിരുന്നു. കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ 2015ൽ കേരള PSC നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 16 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, എ ബഡ്ജറ്റ് ഈസ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. മീൻസ് ബഡ്ജറ്റിനെ കുറിച്ച് താഴെ പറയുന്നത് എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ എക്സെപ്റ്റ് ഒരു കാര്യം മാത്രം എന്താണ് റോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റോങ് ആയിട്ട് പറഞ്ഞതിനെ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, എ പ്ലാൻ വിച്ച് വിൽ എൻഷുർ ദ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. B, a system to integrate the operations for future activity. C, a financial plan for the future. D, a system which helps to coordinate internal activities. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതാണ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയെല്ലാം ബഡ്ജറ്റിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. പക്ഷെ ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്? എ പ്ലാൻ വിച്ച് വിൽ എൻഷുർ ദ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചർ പ്രോഫിറ്റിനെ എൻഷുർ ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ബഡ്ജറ്റിനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നമുക്കത് പറയാൻ കഴിയില്ല. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്രോഫിറ്റിനെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ബഡ്ജറ്റിനെ കുറിച്ച് കറക്റ്റ് ആണ്. ജസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കുക. എ സിസ്റ്റം ടു ഇൻറ്റഗ്രേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് ഫോർ ഫ്യൂച്ചർ ആക്ടിവിറ്റി. ഫ്യൂച്ചർ ആക്ടിവിറ്റീസിലെ എല്ലാ ഓപ്പറേഷൻസിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ് ബഡ്ജറ്റ്. കറക്റ്റ് ആണ്. എ ഫിനാൻസിങ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫിനാൻസിങ് പ്ലാൻ ആണ്. അതും കറക്റ്റ് ആണ്. ഡി എന്താണ്? എ സിസ്റ്റം വിച്ച് ഹെൽപ്സ് ടു കോർഡിനേറ്റ് ഇന്റേണൽ ആക്ടിവിറ്റീസ്. ഇന്റേണൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ, എ പ്ലാൻ വിച്ച് വിൽ എൻഷുർ ദ ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following would be consistent with the more aggressive approach to financing working capital? അപ്പോൾ താഴെ പറയുന്നവയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ്ങിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ച് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അഗ്രസീവ് അപ്രോച്ച് മീൻസ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള അപ്രോച്ച് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ എ, ഫിനാൻസിങ് ഷോർട്ട് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം നീഡ്സിനെ ഷോർട്ട് ടേം ഫണ്ട്സ് വെച്ചിട്ട് ഫിനാൻസ് ചെയ്യാണ്. ബി, ഫിനാൻസിങ് പെർമനന്റ് ഇൻവെന്ററി ബിൽഡപ്പ് വിത്ത് ലോങ് ടേം ഡെപ്റ്റ്. പെർമനന്റ് ആയിട്ടുള്ള ഇൻവെന്ററി ബിൽഡപ്പ് ലോങ് ടേം ഡെപ്റ്റുമായിട്ട് ഫിനാൻസ് ചെയ്യുന്നു. സി, ഫിനാൻസിങ് സീസണൽ നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. സീസണൽ നീഡ്സ് ഷോർട്ട് ടേം ഫണ്ട്സുമായിട്ട് ഫിനാൻസ് ചെയ്യുന്നു. ഡി, ഫിനാൻസിങ് സം ലോങ് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. അപ്പോൾ ലോങ് ടേം നീഡ്സ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫണ്ട്സ് യൂസ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം, കണ്ടാൽ തന്നെ അറിയാം, ഓപ്ഷൻ ഡി ആണ്, ഫിനാൻസിങ് സം ലോങ് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ഒരു ലോങ് ടേമിലേക്കുള്ളൊരു നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അതിന് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഷോർട്ട് ടേം ഫണ്ട് യൂസ് ചെയ്യാണ്. അത് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ഫിനാൻസിങ് സം ലോങ് ടേം നീഡ്സ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോണ്ടേനിയസ് ഫിനാൻസിങ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് സ്പോണ്ടേനിയസ് ഫിനാൻസിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്താണെന്ന് അറിയണം. അപ്പോൾ സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഫിനാൻസിങ് ദാറ്റ് അറൈസസ് ഔട്ട് ഓഫ് റെഗുലർ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ബിസിനസ്സിന് റെഗുലർ ആയിട്ടുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഹാപ്പൻ ചെയ്യുന്ന റെഗുലർ ആയിട്ട് വരുന്ന ഫിനാൻസിങ്ങിനെയാണ് സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസ് റിസോഴ്സസ് എന്ന് പറയുന്നത് സോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ടു ടൈപ്സ് ആണുള്ളത്. ഒന്ന് ബിൽസ് പേയബിൾ ആണ്, അക്കൗണ്ട്സ് പേയബിൾസ് ആണ്. ക്രെഡിറ്റ് ഫ്രം സപ്ലയേഴ്സ് നിന്ന് ലഭിക്കുന്ന ബിൽസ് പേയബിളും അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, വേജ് ഔട്ട്സ്റ്റാൻഡിങ്, ഇതെല്ലാമാണ് സ്പോണ്ടേനിയസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷനിൽ നോക്കുക, ബിൽസ് പേയബിളോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസോ ഉണ്ടെങ്കിൽ അത് സ്പോണ്ടേനിയസ് ഫിനാൻസിങ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ
cash at bank, option B short term loans, option C accounts payable, option D provision for dividend. അപ്പോൾ ഇവിടെ ആൻസർ ഉറപ്പായിട്ട് എന്താണ്? ഓപ്ഷൻ സി accounts payable. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് താഴെ പറയുന്നതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നതാണ്. ഓപ്ഷൻ എ വേരീസ് വിത്ത് സീസണൽ നീഡ്സ്, സീസണൽ നീഡ്സുമായിട്ട് വേരി ചെയ്യുന്നതാണോ? വേർഡ് മീനിങ് വെച്ച് തന്നെ ഉറപ്പായിട്ട് ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, ഒരിക്കലും അത് സീസണൽ നീഡ്സ് വെച്ച് ഡിഫറെൻ്റ് ആവില്ല. നെക്സ്റ്റ് ബി ഇൻക്ലൂഡ്സ് ഫിക്സഡ് അസെറ്റ്, ഫിക്സഡ് അസെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് അസെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സി പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വേരീസ് വിത്ത് സീസണൽ നീഡ്സ്, ബി ഇൻക്ലൂഡ്സ് ഫിക്സഡ് അസെറ്റ്സ്, സി is the amount of current assets required to meet a firm's long-term minimum needs, D includes account പേയബിൾ. അപ്പം വർക്കിംഗ് ക്യാപിറ്റലിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തായിരിക്കില്ല, സീസണൽ ലീഡ്സിന് അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതിൻ്റെ വേർഡ് മീനിങ് തന്നെ ഉണ്ട്, പെർമനന്റ് ആണ് ആ വർക്കിംഗ് ക്യാപിറ്റൽ, ഒരിക്കലും അത് ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ഫിക്സഡ് അസെറ്റ്സ് ഒരിക്കലും എന്തിൽ വരില്ല, വർക്കിംഗ് ക്യാപിറ്റൽ വരില്ല. അപ്പം ആ ഒരു ആൻസർ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് അക്കൗണ്ട്സ് പേയബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, അതും ഇൻകറക്റ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് അസെറ്റ്സ് റിക്വയർഡ് ടു മീറ്റ് എ ഫേംസ് ലോങ് ടേം മിനിമം നീഡ്സ്. ഒരു ഫേമിൻ്റെ ലോങ് ടേം മിനിമം നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കറണ്ട് അസെറ്റ്സിൻ്റെ എമൗണ്ടിനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ്. താഴെ പറയുന്നവയിൽ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓപ്ഷൻ എ പ്രിലിമിനറി എക്സ്പെൻസസ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഡി ഗുഡ് വിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ അസെറ്റ്സ് വിച്ച് ഹാവ് നോ ടാഞ്ചിബിൾ എക്സിസ്റ്റൻസ്, ടാഞ്ചിബിൾ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ബട്ട് ആർ റെപ്രസെൻറ്റഡ് ആസ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന അസെറ്റ്സിനെയാണ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസെറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പെൻസസ് സ്റ്റാർട്ടിങ് എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ്, അതുപോലെ നെറ്റ് ലോസ് ഓഫ് എ കമ്പനി, പ്രൊമോഷണൽ ഓർ മാർക്കറ്റിംഗ് എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ്, discount allowed on issue of shares, loss incurred on issue of debentures. ഇവയൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവരെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, അപ്പോൾ അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഫിക്റ്റീഷ്യസ് അസെറ്റ് ആണ്. ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് മീൻസ് നെറ്റ് ലോസ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഫിക്റ്റീഷ്യസ് അസെറ്റ് ആണ്. ഗുഡ് വിൽ ഒരു ഫിക്റ്റീഷ്യസ് അസെറ്റ് അല്ല. അപ്പോൾ ആൻസർ ഇതാണ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻസ് വെർ ഫ്ലോ ഓഫ് ഫണ്ട് ഒക്കർ. ഫണ്ടിൻ്റെ ഫ്ലോ ഒക്കർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് മീൻസ് ക്യാഷ് ആണ്. ബോർഡർ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ട്രാൻസാക്ഷൻസ് ഉറപ്പായിട്ടും ഫ്ലോ ഓഫ് ഫണ്ട് ആണെന്ന് പറയാം. അപ്പോൾ നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓപ്ഷൻ എ transactions involving current liabilities and non-current liabilities, B transactions involving current assets and non-current assets, C transactions involving current assets and non-current liabilities, D all the above. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറയണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ട്രാൻസാക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവണം അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡിൽ ഒരു കറണ്ട് കാറ്റഗറി ആയിട്ടും മറ്റേ സൈഡിൽ ഒരു നോൺ കറണ്ട് കാറ്റഗറി ആയിട്ടും ആയിരിക്കാം. മീൻസ് ഒരു സൈഡിൽ കറണ്ട് ലയബിലിറ്റി ഒരു കറണ്ട് അസെറ്റ്സ് ആവാം, മറ്റേ സൈഡിൽ എന്താവണം നോൺ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് അസെറ്റ്സ് ആവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡിൽ കറണ്ട് കാറ്റഗറി ആയിട്ടും മറ്റേ സൈഡിൽ നോൺ കറണ്ട് കാറ്റഗറി ആയിട്ടും ആണെങ്കിലും അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ആ ഒരു രീതിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും.
അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് വീതം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ആണിത്, ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ എന്താണ് കറണ്ട് ഐറ്റം മീൻസ് കറണ്ട് കാറ്റഗറിയിലെ ഐറ്റവും അതുപോലെ തന്നെ നോൺ കറണ്ട് കാറ്റഗറിയിലെ ഐറ്റം ആണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്താണ്, ഫ്ലോ ഓഫ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ്. സെക്കൻഡ് ബി ഓപ്ഷൻ എന്താണ്, ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്. ഇതും രണ്ട് കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. നെക്സ്റ്റ് സി, ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. സെയിം റീസൺ ആണ്. അപ്പം ഈ മൂന്ന് ട്രാൻസാക്ഷൻസ് എന്താണ്, ഫ്ലോ ഓഫ് ഫണ്ട് ഒക്കർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് അസറ്റ് ഷുഡ് ബി ഫിനാൻസ്ഡ് വിത്ത് ലോങ് ടേം സോഴ്സ്. ലോങ് ടേം സോഴ്സ് വെച്ച് ഫിനാൻസ് ചെയ്യേണ്ട അസറ്റ്സ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഫിക്സഡ് അസറ്റ്സ് ഓൺലി. ഓപ്ഷൻ ബി, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ടെമ്പററി കറണ്ട് അസറ്റ്സ്. ഓപ്ഷൻ സി, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ്. ഓപ്ഷൻ ഡി, ടെമ്പററി ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്ത് ഫിനാൻസ് ചെയ്യേണ്ടത് ലോങ് ടേം എക്സിസ്റ്റൻസ് ഉള്ള അസറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, ഓപ്ഷൻ സി, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സും അതുപോലെ തന്നെ പെർമനന്റ് കറണ്ട് അസറ്റ്സും നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടത് ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കമ്പനിയുടെ സോൾവൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫിക്സഡ് അസറ്റ്സും പെർമനന്റ് കറണ്ട് അസറ്റ്സും ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്ത് ഫിനാൻസ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് പെർമനന്റ് കറണ്ട് അസറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how will you treat the share forfeited account while preparing balance sheet of a company? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ടിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ആഡ് വിത്ത് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ബി, ഡിഡക്ട് ഫ്രം ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. സി, ഷോൺ അണ്ടർ റിസർവ് ആൻഡ് സർപ്ലസ്. ഡി, ഷോൺ അണ്ടർ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആഡ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡീഫോൾട്ടിംഗ് ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്യുകയും മീൻസ് ക്യാൻസൽ ചെയ്യുകയും അവർ അതുവരെ അടച്ചിട്ടുള്ള എമൗണ്ട്, ആ ഷെയറിൻ്റെ മുകളിൽ അതുവരെ അടച്ചിട്ടുള്ള എമൗണ്ട് ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഈ ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് തന്നെയാണ്. ഷെയറിൻ്റെ മുകളിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് തന്നെയാണ്, അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് റീഇഷ്യൂവിന് ശേഷം മാത്രമേ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ബാലൻസ് ഷീറ്റിൽ ചെയ്യുക. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ എ ആവുന്നത്, ആഡ് വിത്ത് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. While determining managerial remuneration, which among the following is not considered? Managerial remuneration calculate ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, കമ്മീഷൻ റിസീവ്ഡ്. ഓപ്ഷൻ ബി, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫോർഫീച്ചഡ് ഷെയർസ്. ഓപ്ഷൻ സി, പ്രീമിയം ഓൺ ഷെയർസ്. ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. ഓർക്കുക, മാനേജറിയൽ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റവന്യൂ ഐറ്റംസ് മാത്രമാണ്. പക്ഷേ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബിയും സിയും ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആണ്, മീൻസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫോർഫീച്ചഡ് ഷെയർസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സി ആയിട്ടുള്ള പ്രീമിയം ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഓപ്ഷൻ എ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓപ്ഷൻ ബി, ഡിവിഡൻഡ്. ഓപ്ഷൻ സി, ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ്. അപ്പോൾ ഓപ്ഷൻ എ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, റീറ്റെയിൻഡ് ഏർണിങ്സ് ആർ കോസ്റ്റ് ഫ്രീ. ഓപ്ഷൻ ബി, എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ചീപ്പർ ദാൻ ഇൻറ്റേർണൽ ഇക്വിറ്റി. Option C, retained earnings are cheaper than external equity. Option D, retained earnings are costlier than external equity.
ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ ഇതായിരുന്നു, റീറ്റെയിൻഡ് ഏർണിങ്സ് ആർ കോസ്റ്റ് ഫ്രീ. റീറ്റെയിൻഡ് ഏർണിങ്സ് കോസ്റ്റ് ഫ്രീ ആണ്. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? പോർഷൻ ഓഫ് ഏർണിങ്സ് ലെഫ്റ്റ് വിത്ത് ദ കമ്പനിയാണ്. കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാതെ അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാതെ അവിടെ തന്നെ കെപ്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഓഫ് ഏർണിങ്സിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സിനെ തന്നെയാണ് ഇന്റേണൽ ഇക്വിറ്റി എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു റീറ്റെയിൻഡ് ഏർണിങ്സിന് എപ്പോഴും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവും. മീൻസ് എന്താണ്? ആ ഒരു ഡിവിഡൻഡ് ഷെയർ ഹോൾഡർ റിസീവ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് റീഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിട്ടേൺ അവരെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പം റീറ്റേൺഡ് ഏർണിങ്സിൽ ഉറപ്പായിട്ടും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീറ്റേൺഡ് ഏർണിങ്സ് ഒരിക്കലും കോസ്റ്റ് ഫ്രീ അല്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്, എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ചീപ്പർ ദാൻ ഇന്റേണൽ ഇക്വിറ്റി. അതും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? എക്സ്റ്റേണൽ ഇക്വിറ്റി ഒരു കമ്പനി റിസീവ് ചെയ്യണമെങ്കിൽ അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരും. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എക്സ്ട്രാ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇന്റേണൽ ഇക്വിറ്റി ആണ് ചീപ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? റീറ്റേൺഡ് ഏർണിങ്സ് ആണ് കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ളത്. ഓപ്ഷൻ സി എന്താണ്? റീറ്റേൺഡ് ഏർണിങ്സ് ആർ ചീപ്പർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. അത് കറക്റ്റ് ആണ്. റീറ്റേൺഡ് ഏർണിങ്സ് എക്സ്റ്റേണൽ ഇക്വിറ്റിയേക്കാൾ ചീപ്പറാണ്. കാരണം അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല. ഓപ്ഷൻ ഡി യുടെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. റീറ്റേൺഡ് ഏർണിങ്സ് ആർ കോസ്റ്റിയർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ സി, റീറ്റേൺഡ് ഏർണിങ്സ് ആർ ചീപ്പർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR ഈസ് ഓപ്ഷൻ എ ദ സെയിം തിങ് ആസ് ദ ഡിസ്കൗണ്ട് റേറ്റ്, ഓപ്ഷൻ ബി ദ സെയിം തിങ് ആസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി ദ റേഷ്യോ ഓഫ് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ടു ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഓപ്ഷൻ ഡി ദ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR എന്താണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. IRR എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. മീൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന മൊത്തം ഇൻഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ മൊത്തം ഔട്ട്ഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂവിനെയും ഈക്വൽ ആക്കുന്ന ഡിസ്കൗണ്ട് റേറ്റിനെയാണ് IRR എന്ന് വിളിക്കുന്നത്. അപ്പം ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് IRR. ദാറ്റ് മീൻസ് ഏതൊരു ഡിസ്കൗണ്ട് റേറ്റ് എടുത്ത് ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണോ അത് രണ്ടും ഈക്വൽ ആവുന്നത്, ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. എന്താണ് ഒരു ഫേമിൻ്റെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് പറയുന്നതിന് മുമ്പേ നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ഫേമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫേമിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മിക്സ് ഓഫ് വേരിയസ് ഫോംസ് ഓഫ് എക്സ്റ്റേണൽ ഫണ്ട്സ് ആണ്. അവർ യൂസ് ചെയ്തിട്ടുള്ള വേരിയസ് ഫോംസ് ഓഫ് എക്സ്റ്റേണൽ ഫണ്ട്സിൻ്റെ മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മീൻസ് ഒരു കമ്പനി ആണെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക 40% ലോങ് ടേം ഡെപ്റ്റ്, 10% പ്രിഫേർഡ് സ്റ്റോക്ക്, 50% കോമൺ സ്റ്റോക്ക്, അങ്ങനെയായിരിക്കും. അപ്പോൾ അവരുടെ മൊത്തം ഫിനാൻസിനെ അവർ ഏതൊക്കെ ഫണ്ട് യൂസ് ചെയ്തിട്ട് ഫിനാൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രപ്പോർഷനെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമൽ ആവുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മിനിമൈസസ് ദ ഫേംസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ, ബി is that combination of debts, preferred and common stock that maximize the firm's share value. Option C is one in which the weighted cost of capital is less than IRR. Option D, none of the above are correct. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. is the combination of debt, preferred and common stock that maximizes the firm's share value. മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ അതിൻ്റെ ഡെപ്റ്റിൻ്റെയും പ്രിഫേർഡ് സ്റ്റോക്കിൻ്റെയും കോമൺ സ്റ്റോക്കിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ ഫേമിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് ഓർക്കുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമം ലഭിക്കുന്ന എക്സ്റ്റേണൽ ഫണ്ട്സിൻ്റെ കോമ്പിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു.
അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോൻ്റെ കാൽക്കുലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ദ ഡിവിഡൻഡ് yield പ്ലസ് the capital gains yield. Option B dividends per share divided by earnings per share. Option C dividends per share divided by par value of share. Option D dividends per share divided by current price per share. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിവിഡൻസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയറിനെ ഏർണിങ്സ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. മീൻസ് എന്താണ്, ഏർണിംഗ് പെർ ഷെയറിൻ്റെ എത്ര പോർഷൻ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്, ഏർണിങ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് ചെയ്തു എന്നത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിവിഡൻറ്റിനെയാണ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റിനെയാണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് വിളിക്കുന്നത്. ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഇൻ എ ഫേം ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെ, ഒരു ഫേമിലെ ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഓഫ് ദി firm's common stock. Option B the number of people employed in the firm. Option C the book value of the firm's assets less than the book value of its liabilities. Option D the amount of salary paid to its employee. അപ്പോൾ നമുക്ക് ഒരു മടിയും കൂടാതെ തന്നെ ഓപ്ഷൻ ബി എയും ഡി എയും നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ എംപ്ലോയീസിൻ്റെ കേസിലല്ല ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ പറയുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡറിൻ്റെ വെൽത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ആ ഫേമിൻ്റെ കോമൺ സ്റ്റോക്കിന് മാർക്കറ്റിലുള്ള പ്രൈസ് എന്താണ്, ആ ഒരു പ്രൈസിൻ്റെ ബേസിലാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഓർഗനൈസേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഓഫ് ദി ഫേംസ് കോമൺ സ്റ്റോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫേം ഹാവിങ് ആർ ലെസ് ദാൻ കെ മേ ബി റെഫേർഡ് ആസ്. ആർ കെയേക്കാൾ കുറവാണെങ്കിൽ ആ ഒരു ഫേമിനെ എങ്ങനെയാണ് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാൾട്ടർ മോഡൽ എന്നാണ്. ഡിവിഡൻഡ് പോളിസിയിൽ പറഞ്ഞിട്ടുള്ള വാൾട്ടറിൻ്റെ മോഡൽ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. കെ എന്ന് ഉദ്ദേശിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ആറ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കുറവാണെങ്കിൽ അതിന് മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ഡിക്ലൈനിങ് ഫേം എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഡിക്ലൈനിങ് ഫേം ആണ്. അതിന് മുമ്പേ നമുക്ക് ഈ ഓപ്ഷൻസിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ഗ്രോത്ത് ഫേം ആണ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം ഗ്രോത്ത് ഫേം ആവണമെങ്കിൽ അവിടെ ആർ ഗ്രേറ്റർ ദാൻ കെ ആവണം. ആർ കെയേക്കാൾ കൂടുതലാണെങ്കിൽ ഗ്രോത്ത് ഫേം ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ആർ ഈക്വൽ ടു കെ ആണെങ്കിൽ അത് നോർമൽ ഫേം ആണ്. ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന നോർമൽ ഫേം ആവണമെങ്കിൽ അവിടെ ആർ ഈക്വൽ ടു കെ ആവണം. അങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻഡിഫറൻ്റ് ആയിരിക്കും. അവർക്ക് ഡിവിഡൻഡ് കിട്ടിയാലും അല്ലെങ്കിൽ പ്രോഫിറ്റ് കമ്പനിയിൽ റീറ്റെയിൻ ചെയ്താലും അവർ ഇൻഡിഫറൻ്റ് ആയിരിക്കും, അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. ആ ഒരു ഫോമാണ് നോർമൽ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ ഓർക്കുക അത് ഡിക്ലൈനിങ് ഫേം ആണ്. അവിടെ പേ ഔട്ട് റേഷ്യോ 100% ആയിരിക്കും. ഡിവിഡൻഡ് പേ ഔട്ട് 100% ആവുന്ന ഒരു സിറ്റുവേഷനാണ് ആർ ലെസ് ദാൻ കെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ഡിക്ലൈനിങ് ഫേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ലീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് എ തേർഡ് പാർട്ടി എ ലെൻഡർ ഈസ് കോൾഡ്. ലീസിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ലെൻഡർ ഇൻവോൾവ് ചെയ്യുന്ന ലീസ് ഏതാണ്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലിവറേജ്ഡ് ലീസ്. ഓപ്ഷൻ ബി സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഓപ്ഷൻ സി ഡയറക്റ്റ് ലീസിംഗ് അറേഞ്ച്മെൻറ്റ്. ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലിവറേജ്ഡ് ലീസാണ്. ലിവറേജ്ഡ് ലീസിൽ ലെസ്സറിനെ ഫിനാൻസ് ചെയ്യുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ലിവറേജ്ഡ് ലീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് പറയാം, എന്താണ് ലീസ് എന്ന് നോക്കാം. ലീസ് മീൻസ് എന്താണ്, റൈറ്റ് ടു പോസസ് ആൻഡ് എൻജോയ് എ പ്രോപ്പർട്ടി ഓൺഡ് ബൈ അനദർ പേഴ്സൺ. മറ്റൊരാൾ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ റൈറ്റ് മീൻസ് അത് പൊസസ് ചെയ്യാനും എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റ്സിനെയാണ് ലീസിങ് എഗ്രിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവിടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണറിനെ വിളിക്കുന്നത് ലെസ്സർ എന്നും
ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് ലഭിക്കുന്ന ആളെ വിളിക്കുന്നത് ലെസ്സിയോ ആണ്. ഇവിടെ ലീവറേജ്ഡ് ലീസിൻ്റെ കേസിൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫിനാൻസ് ചെയ്തിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. മീൻസ് അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഫിനാൻസ് ആ ഒരു ലെൻഡിങ് കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഓപ്ഷൻ ബി സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ്. ഈ ഒരു വേർഡ് മീനിങ് പോലെ തന്നെ സെയിൽ ചെയ്യുക, പിന്നീട് അതിനെ ലീസ് ബാക്ക് ചെയ്യുക. മീൻസ് ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം അയാളുടെ കയ്യിലുള്ള ആ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കുന്നു. ആ വിറ്റ ആളുടെ കയ്യിൽ നിന്ന് മീൻസ് പർച്ചേസറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ പ്രോപ്പർട്ടി ലീസ് ബാക്ക് ചെയ്യുന്നു. അതാണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള സെയിൽ ആൻഡ് ലീസ് ബാക്ക്. നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ് ഡയറക്റ്റ് ലീസിങ് അറേഞ്ച്മെൻറ്റ്. ഇവിടെ നടക്കുന്നത് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്ത പ്രോപ്പർട്ടി ലെസ്സിക്ക് ഡയറക്റ്റ് ആയിട്ട് ലീസിന് കൊടുക്കുന്നു. അതാണ് ഡയറക്റ്റ് ലീസിങ് അറേഞ്ച്മെൻറ്റ്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ലീസാണ്. ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക്, നോർമലി അസറ്റിൻ്റെ ലൈഫിനേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു പീരീഡിലേക്ക് ലെസ്സിക്ക് അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയും അതിന് റെഗുലർ പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ലീസാണ്. അപ്പോൾ ഓർക്കുക, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ലിവറേജ്ഡ് ലീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ടു ലിങ്ക് അപ്പ് ദ സോഴ്സ് ഓഫ് ഐഡിയാസ് ആൻഡ് ദ സോഴ്സ് ഓഫ് ഫണ്ട്. ഓപ്ഷൻ എ മെർച്ചൻ്റ് ബാങ്കിങ്, ഓപ്ഷൻ ബി ലീസിംഗ്, ഓപ്ഷൻ സി വെഞ്ചർ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി റിസീവബിൾസ് മാനേജ്മെൻറ്റ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇന്റർമീഡിയറി ടു ലിങ്ക് അപ്പ് സോഴ്സ് ഓഫ് ഐഡിയാസ് ആൻഡ് സോഴ്സ് ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഐഡിയാസും സോഴ്സ് ഓഫ് ഫണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഇന്റർമീഡിയറി ആരാണെന്നാണ് ചോദ്യം. മീൻസ് പൊട്ടൻഷ്യലായിട്ട് നല്ല ഗ്രോത്ത് ഉള്ള ഐഡിയാസ് വരുന്ന സമയത്ത് അതിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സംവിധാനമാണ് ഉള്ളത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വെഞ്ചർ ക്യാപിറ്റൽ ആണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ആണ്. അവിടെ ഇൻവെസ്റ്റേഴ്സ് നല്ല സ്റ്റാർട്ടപ്സ് മീൻസ് ലോങ് ടേമിൽ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റാർട്ടപ്സിനും അതുപോലെ തന്നെ സ്മോൾ കമ്പനീസിനൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, വെഞ്ചർ ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, method that provides correct ranking of mutually exclusive projects when the firm is not subject to capital rationing. മീൻസ് ഫേമിൽ ക്യാപിറ്റൽ റാഷനിങ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ റാങ്ക് ചെയ്യാൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊജക്ട്സിനെ റാങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഓപ്ഷൻ ബി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഓപ്ഷൻ സി പേ ബാക്ക് പീരീഡ്, ഓപ്ഷൻ ഡി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, NPV അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്. ക്യാപിറ്റൽ റാഷനിങ് അവിടെ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ റാഷനിങ് ആവശ്യമില്ലാത്ത സമയത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്സിനെ റാങ്ക് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇനി ക്യാപിറ്റൽ റാഷനിങ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഫേമിന് പ്രീവിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റൈൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ റിട്ടേൺ കുറവാണെങ്കിൽ അവർ പുതിയ പ്രൊജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ടൈമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ ക്യാപിറ്റൽ റാഷനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മീൻസ് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര അതിൽ നിന്ന് റിട്ടേൺ വരണം. ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഫേം യൂസ് ചെയ്യുന്നത് NPV മെത്തേഡ് തന്നെയായിരിക്കും മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്സിനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ക്രിട്ടിക്കൽ അസംഷൻ ഓഫ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അസംഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? നോക്കാം. ഓപ്ഷൻസ് എ ദാറ്റ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ലെവൽസ് റിമെയിൻ അൺചേഞ്ച്ഡ്, ഓപ്ഷൻ ബി ദാറ്റ് ഡിവിഡൻസ് ഇൻക്രീസസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്, സി K0 remains constant regardless of changes in leverage, option D interest expenses and tax are included in the calculation. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദാറ്റ് K0 remains constant regardless of changes in leverage. മീൻസ് ലിവറേജസിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ചേഞ്ചസ് ഉണ്ടായാലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് NOE അപ്രോച്ചിലെ
ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. Mr. Gomes purchased a bond at a price far below its face value that makes no interest payments and will be redeemed at its face value at maturity. In all likelihood, he purchased a dash bond. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, മിസ്റ്റർ ഗോംസ് ഒരു ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു, അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ എത്രയോ കുറവ് എമൗണ്ടിലാണ് അദ്ദേഹം അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് മേക്സ് നോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, അതിന് റെഗുലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ഒന്നും ലഭിക്കുന്നില്ല. ആൻഡ് വിൽ ബി റെഡീംഡ് അറ്റ് ഇറ്റ്സ് ഫേസ് വാല്യൂ അറ്റ് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂവിലാണ് അത് റെഡീം ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പർച്ചേസ് ചെയ്തിരുന്ന ബോണ്ട് ഏത് ബോണ്ടാണ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിബഞ്ചർ, ഓപ്ഷൻ ബി കൺവേർട്ടബിൾ, ഓപ്ഷൻ സി ഇൻഡെഞ്ചർ ആൻഡ് ഓപ്ഷൻ ഡി സീറോ കൂപ്പൺ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സീറോ കൂപ്പൺ ബോണ്ട്സ് ആണ്. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട്സ് ആണ് പോസിറ്റീവ് ടൈം വാല്യൂ ഓഫ് മണീനെ അസ്യൂം ചെയ്തുകൊണ്ട് വളരെ കുറവ്, ഫേസ് വാല്യൂവിനേക്കാൾ വളരെ കുറവ് എമൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇതിന് റെഗുലർ ആയിട്ടുള്ള കൂപ്പൺ പേയ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, മീൻസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോണ്ടിൻ്റെ പേര് സീറോ കൂപ്പൺ ബോണ്ട് എന്നാവുന്നത്, മീൻസ് കൂപ്പൺ റേറ്റ് സീറോ ആയിട്ടുള്ള ബോണ്ട്സ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി സീറോ കൂപ്പൺ. Next question, if interest rates in overall economy decrease, the market value of a corporate bond with a fixed interest rate will, option A, either increase or decrease, option B, the value of the bond will increase, option C, the value of the bond will decrease, option D, the value of the bond will not change. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്, എക്കണോമിയിൽ ഓവറോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കോർപ്പറേറ്റ് ബോണ്ടിന് എന്താണ് സംഭവിക്കുക, കോർപ്പറേറ്റ് ബോണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂവിന് എന്ത് സംഭവിക്കും, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഓൾറെഡി കോർപ്പറേറ്റ് ബോണ്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ബോണ്ട് അവൈലബിൾ ആണെങ്കിൽ അതിന് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂപ്പൺ റേറ്റ് ഉണ്ടാവും, മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അത് 10% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ 8% ആയി. ഇപ്പം 10,000ൻ്റെ ഒരു ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും, 8% ആയിരിക്കും. അപ്പം 10,000 റുപ്പീസിന് ഓൾറെഡി ഉള്ള ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും, 10% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള ബോണ്ടിന് പ്രൈസ് കൂടും, കാരണം ഇൻവെസ്റ്റേഴ്സ് അത് കൂടുതൽ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആവും. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി, ദ വാല്യൂ ഓഫ് ദ ബോണ്ട് വിൽ ഇൻക്രീസ്, ബോണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ഫൗണ്ട് ഇൻ ക്യാഷ് ബഡ്ജറ്റ്? ക്യാഷ് ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്ന ഐറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഓപ്ഷൻ ബി ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ സി അക്രൂഡ് എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം ക്യാഷ് ബഡ്ജറ്റിൽ എന്തൊക്കെ എഴുതുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ക്യാഷ് റിസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ നിന്ന് ക്യാഷ് റിസീപ്റ്റ് ഓർ പേയ്മെൻറ്റ് അല്ലാത്ത എല്ലാ ഐറ്റംസും നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാഷ് റിസീപ്റ്റോ പേയ്മെൻറ്റോ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആൻസർ ആയിട്ട് പരിഗണിക്കുകയും ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഒരിക്കലും ക്യാഷ് റിസീപ്റ്റോ ക്യാഷ് പേയ്മെൻറ്റോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നില്ല. ബി ഡിപ്രീസിയേഷൻ, സെയിം എഫക്റ്റ് ആണ് ഡിപ്രീസിയേഷനും ക്യാഷ് റിസീപ്റ്റ് ഓർ ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല. സി അക്രൂഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ആക്ച്വൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പം ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പം ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഫോൾസ് ഇൻ കണക്ഷൻ വിത്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സങ്ക് കോസ്റ്റ് ആർ ഇഗ്നോർഡ്, ബി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്, ഓപ്ഷൻ സി ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് ആർ കൺസിഡേർഡ്, ഓപ്ഷൻ ഡി ഇറിവേഴ്സിബിൾ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൽ
ഫാൾസ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്. ഒരിക്കലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സങ്ക് കോസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറിവേഴ്സിബിൾ നാച്ചുറൽ ഡിസിഷൻ മേക്കിങ്ങും ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്. Next question, return on investment may be improved by. എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ എ, ഇൻക്രീസിങ് ടേൺ ഓവർ. ഓപ്ഷൻ ബി, റെഡ്യൂസിങ് എക്സ്പെൻസസ്. ഓപ്ഷൻ സി, ഇൻക്രീസിങ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ അറിയാം, ടേൺ ഓവർ ഇൻക്രീസ് ചെയ്ത് നമുക്ക് റിട്ടേൺ ഇൻക്രീസ് ചെയ്യാം. എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്താലും റിട്ടേൺ ഇൻക്രീസ് ആവും. ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ഇൻക്രീസ് ചെയ്താലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് എ ഫേം ആർ ഇൻട്രസ്റ്റഡ് ഇൻ. സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും, ഫേമിൻ്റെ സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏത് പൊസിഷനിലാണ്? ഓപ്ഷൻ എ, profitability position. Option B, liquidity position. Option C, market share position. Option D, debt position. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ലിക്വിഡിറ്റി പൊസിഷനിലാണ്. കാരണം സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ച് ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. അപ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റി പേ ചെയ്യണമെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനിലാണ്. ആൻസർ ഓപ്ഷൻ ബി, ലിക്വിഡിറ്റി പൊസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ്. ഡെപ്റ്റ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. ഓപ്ഷൻ ബി, ഇറ്റ് റെഡ്യൂസസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി, ഡസ് നോട്ട് ഡയലൂട്ട് ഓണേഴ്സ് കൺട്രോൾ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഡെപ്റ്റ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡെപ്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുതന്നെ ഓണേഴ്സിൻ്റെ കൺട്രോൾ ഡയലൂട്ട് ആവുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റഡിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഹെൽപ്പിൽ സ്റ്റഡി ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഫിനാൻസിങ് റിസ്ക്. ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഓപ്ഷൻ സി, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഓപ്ഷൻ ഡി, മാർക്കറ്റ് റിസ്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിനാൻസിങ് റിസ്ക് ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിനാൻസിങ് റിസ്ക്. ഫിനാൻസിങ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ അഡീഷണൽ റിസ്ക് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് വഴി അഡീഷണൽ ആയിട്ട് വരുന്ന റിസ്കിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്കിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ അസംഷൻ മെയ്ഡ് ബൈ മോഡി, ഗില്യാനി ആൻഡ് മില്ലർ? ഓപ്ഷൻ എ, നോ ടാക്സസ്. ഓപ്ഷൻ ബി, there is imperfect information. Option C, firm can be classified into distinct risk class. Option D, possible to borrow and lend at risk-free rate. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തിയറിയുടെ അസംഷൻ അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, there is imperfect information. ഒരിക്കലും തിയറി പറയുന്നില്ല there is imperfect information എന്ന്. തിയറിയുടെ ഒരു അസംഷനാണ് there is perfect capital market. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗോർഡൻസ് ബേർഡ് ഇൻ ഹാൻഡ് ഫാലസി? ഗോർഡൻ്റെ ഡിവിഡൻഡ് പോളിസി തിയറിയാണ്. അതിൽ ബേർഡ് ഇൻ ഹാൻഡ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് അപ്ലൈ എ ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. ഓപ്ഷൻ ബി, ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് അപ്ലൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. Option C, investors prefer later resolution of uncertainty and apply a higher discount rate to later dividends. Option D, investors prefer later resolution of uncertainty and apply a lower discount rate to later dividend.
ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്. ഓപ്ഷൻ ബി, ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് അപ്ലൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. മീൻസ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കറണ്ട് ഡിവിഡൻറ്റിനെയാണ് റാദർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാപിറ്റൽ ഗെയിനിനേക്കാൾ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കറണ്ട് ഡിവിഡൻറ്റ് തന്നെയാണ് എന്നാണ് ഗോതൻ്റെ ഡിവിഡൻറ്റ് തിയറിയിൽ പറയുന്നത്. ഗോതൻ്റെ ഡിവിഡൻറ്റ് തിയറിയെ ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻ്റ് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്, മോർ പ്രെഡിക്റ്റബിൾ ആണ്, ക്യാപിറ്റൽ ഗെയിനേക്കാൾ പ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കറണ്ട് ഡിവിഡൻറ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് സെയിം കാര്യമാണ്. ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി. ഇൻവെസ്റ്റേഴ്സിന് പെട്ടെന്നുള്ള റെസൊല്യൂഷനാണ്, അൺസർട്ടൈനിറ്റി, ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, അവർക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്നുള്ള റെസൊല്യൂഷനാണ് ആവശ്യം. ആൻഡ് അപ്ലൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. അപ്പോൾ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആയതുകൊണ്ട് തന്നെ പിന്നീട് ലഭിക്കുന്ന, ലേറ്റർ ആയിട്ട് ലഭിക്കുന്ന ഡിവിഡൻസിന് അവർ ഹയർ റേറ്റിൽ ഡിസ്കൗണ്ട് ചാർജ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഇൻ കോർപ്പറേറ്റ് ഫിനാൻസ്? കോർപ്പറേറ്റ് ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഓപ്ഷൻ ബി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ഓപ്ഷൻ സി, ബിസിനസ് സൈക്കിൾ. ഓപ്ഷൻ ഡി, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോർപ്പറേറ്റ് ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ബാക്കി എല്ലാ കോൺസെപ്റ്റ്സും കോർപ്പറേറ്റ് ഫിനാൻസിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹൈ റിസ്ക് ഹൈ yield bond rated below investment grade is? Option A, junk bond. Option B, unsecured bond. Option C, non-investable bond. Option D, none of these. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് റേറ്റിങ്ങിനേക്കാൾ കുറവ് റേറ്റിംഗ് ഉള്ള ഹൈ റിസ്ക് ഹൈ yield ബോണ്ടുകളെ എന്താണ് പറയുന്നത്? മീൻസ് ഇവിടെ ബോണ്ടിന് ഹൈ റിസ്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈ yield പറയും, പക്ഷെ ഡീഫോൾട്ടിനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തരം ബോണ്ടുകളെ വിളിക്കുന്നതാണ് ഓപ്ഷൻ എ, ജങ്ക് ബോണ്ട്. അപ്പോൾ ജങ്ക് ബോണ്ടിന് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനേക്കാൾ റിസ്ക് കൂടുതലായിരിക്കും. മീൻസ് ഡീഫോൾട്ട് റിസ്ക് കൂടുതലായിരിക്കും. അതിൻ്റെ എമൗണ്ട് ക്യാഷ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് ഇഷ്യൂ ചെയ്യുന്നത് വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യലി ഫിറ്റ് അല്ലാത്ത ഓർഗനൈസേഷൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷോർട്ട് ടേം ലീസ് വേർ ദ ലീസിംഗ് കമ്പനി വിൽ ടേക്ക് ദ അസറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ഈസ്? ലീസിംഗ് കമ്പനി അസറ്റ് തിരിച്ച് ലീസിംഗ് പീരീഡ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ടൈപ്പ് ലീസിലാണ്, ഏത് ഷോർട്ട് ടേം ലീസിലാണ്? ഓപ്ഷൻസ് എ, ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്ഷൻ ബി, ഫിനാൻസ് ലീസ്. ഓപ്ഷൻ സി, സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഓപ്ഷൻ ഡി, ലിവറേജ്ഡ് ലീസ്. അപ്പോൾ ലീസിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം പറയാം. ഷോർട്ട് ടേമിലേക്ക് ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന ടൈപ്പ് ലീസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസാണ്. ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു അസറ്റിൻ്റെ ലൈഫ് ടൈമിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ലീസിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അസറ്റ് ഓണർക്ക് തിരിച്ചു നൽകേണ്ടതുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേറ്റിംഗ് ലീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻ ഈസ് കോൾഡ്? കോർപ്പറേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേമിലേക്കുള്ള അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കൊമേഴ്ഷ്യൽ പേപ്പർ. ഓപ്ഷൻ ബി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഓപ്ഷൻ സി, ബോണ്ട്സ്. ഓപ്ഷൻ ഡി, സ്വാപ്സ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, കൊമേഴ്ഷ്യൽ പേപ്പർ ആണ് ഷോർട്ട് ടേമിലേക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2015 അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏരിയയിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിക്കാറുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ LLC അക്കാഡമി സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് വേണ്ടിയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.